ഹലോ. ആ, ഞാൻ കേസിന്റെ പിന്നാലെയായിരുന്നു. എന്താവാൻ, നിയമപ്രകാരം ഞങ്ങളെ വേർപിരിയാൻ കോടതി സമ്മതിച്ചു. ഇനി എനിക്ക് എവിടെ വേണമെങ്കിലും സമാധാനമായിട്ട് പോവാൻ വരാം, എന്ത് വേണേലും ചെയ്യാം. എന്നെ ചോദ്യം ചെയ്യാനോ പിടിച്ചു വെക്കാനോ ഒന്നും ആരുമില്ലല്ലോ. നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തപ്പോ ഞാൻ നിന്റെ ഓഫീസിൽ പോയിണ്ടായിരുന്നേ. അപ്പോഴാ നീ ജോലി റിസൈൻ ചെയ്തു എന്നറിഞ്ഞു. ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആകെ മെൻ്റലി ഡൗൺ ആയിരുന്നു. ആ സമയത്ത് കുറച്ച് ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ച് ലീവ് ചോദിച്ചപ്പോൾ ആൾ തന്നില്ല. പിന്നെ ലീവ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനയാൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വെച്ചു. പ്ലാൻ എന്താടി, ഞാൻ എവിടം വിട്ട് പോവാ മോനെയും കൊണ്ട്. ആ, നാട്ടിലേക്ക് തന്നെ. അവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയാലോന്നൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. മോനെ, ഇതാ പാർക്ക്. മോൻ ഇഷ്ടമുള്ള പാർക്കല്ലേ, വാ നമുക്ക് കളിക്കാൻ പോവാം. വേണ്ട, അച്ഛനില്ലാണ്ട് കളിക്കാൻ കഴിയൂല. മോന്റെ കൂടെ അമ്മയില്ലേ, അമ്മ പോരെ മോന്? അച്ഛനും വേണോ? നമുക്ക് തിരിച്ചു പോകാം. മോനു, അമ്മേ. മോൻ ഉറങ്ങിയില്ലേ? എന്താ ഉറങ്ങാത്തെ? ഞാൻ ഉറങ്ങുന്നില്ല. അച്ഛൻ എന്താ വരാതെ അമ്മേ? അച്ഛൻ ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല അമ്മേ. അച്ഛൻ ഇനി വരൂലേ അമ്മേ? മോന് ഉറങ്ങിക്കോ. ഹായ്. ഹായ്. സുഖാണോ? ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല, നിങ്ങളെ ഓർത്ത് കിടക്കുകയായിരുന്നു. മോൻ അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നുണ്ട്. കോടതിയിൽ വെച്ച് കേട്ടപ്പോഴാണ് ഞാൻ നിന്നെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. എനിക്കൊരവസരം കൂടെ നിനക്ക് തന്നൂടെ?